കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയെ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ ചുമതല? ആരാണിത് ചെയ്യുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇതിന്റെ കാരിയേഴ്സ് ആക്കിയാണ്. ഇതിന്റെ ആ ഒരു നെറ്റ്വർക്കിൽ അവർ കൊണ്ടുവരികയാണ്. ഇതൊരു വലിയ പ്ലാനാണ്. എന്നുണ്ടാകുന്നത് സഡൻ പ്രൊവോക്കേഷന്റെ ഭാഗമായി നടക്കുന്ന ഒരു ക്രൈം ആണോ ഇപ്പൊ നടക്കുന്നത്? ക്രൈമിന്റെ നേച്ചർ എന്താണ്? ഞാൻ ആ പോലീസുകാരന്റെ വീട്ടിൽ പോയി, നിലത്ത് വീണ പോലീസുകാരനെ ചവിട്ടി അവന്റെ വാരിയലിന് മുഴുവൻ ഒടിഞ്ഞ് ലങ്സ് കയറിയിട്ടാണ്. 3 പെൺകുട്ടികളാണ് ആ കുടുംബത്തിൽ, പാവപ്പെട്ട കുടുംബം. എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു കാര്യമില്ലാതെയാണ് ഒരു വീട്ടിൽ കയറിയിട്ട് 6ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കൊച്ചുങ്ങളുടെ മുമ്പിൽ വെച്ച് അവരുടെ അമ്മയെയും അച്ഛനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും വെട്ടിക്കൊന്നു. ആ കുഞ്ഞ് എന്റെ നെഞ്ചത്ത് ചേർന്ന് നിന്ന് കരഞ്ഞത് എന്താണ്? അതിനോടൊക്കെ നമ്മൾ മറുപടി പറയാ? എത്രയോ പ്രാവശ്യം പരാതി പറഞ്ഞിട്ട് ഇവരെയൊക്കെ വിളിച്ച് ശാസിച്ച് വിടുക. നമുക്ക് എന്തു മറുപടിയാണ് ഈ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയാൻ പറ്റുന്നത്? നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്ന തലത്തിലേക്ക് ഇത് പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ നമ്മളത് ഉറക്കം നടിച്ചിട്ട് കാര്യമില്ല. അതുമാത്രം വയലൻസ് വർദ്ധിക്കുകയാണ്. പുറത്തിറങ്ങി നടക്കാൻ ആളുകൾക്ക് പേടിയാണ്. എവിടെ വെച്ചും ആരും ഏത് നിരപരാധിയും കേരളത്തിൽ ആക്രമിക്കപ്പെടാം എന്നുള്ള സ്ഥിതിയിലേക്ക് ഈ ഡ്രഗിന്റെ ഇഫക്റ്റ് മാറുകയാണ്.